श्रीविघ्नराजं भजे श्रीविघ्नराजं भजे। സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനേക്കാൾ പ്രഗത്ഭനായ മറ്റൊരാളില്ല എന്ന ഒരു സത്യം, ജീവിച്ചിരിക്കുന്ന സത്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം നമുക്ക് ഏറ്റെടുക്കണം എന്ന് ആലോചിച്ചത്. സാറ് ഇവിടെ എത്തിയിരിക്കുകയാണ്. സാറിന് വലിയ കയ്യോടിയോടുകൂടി നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. ആർട്ട് ഓഫ് ലിവിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. കുറേ പ്രഭാഷണ പരമ്പരകളുള്ളതുകൊണ്ട് കൂടുതൽ സമയം നിന്ന് ക്ലാസ് എടുക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. ഏതായാലും നല്ല അസല് മൈക്കായതുകൊണ്ട് എല്ലാവർക്കും ഇത് കേൾക്കാൻ വ്യക്തതയുണ്ടാവുന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു പ്രഭാഷണമല്ല, ഒരു പ്രസംഗമല്ല, മറിച്ച് ഒരു ക്ലാസ്. ഭാരതീയ സംസ്കാരം എന്നൊരു വിഷയം, അതിനോട് ചേർന്ന് ഇപ്പുറത്ത് നമ്മുടെ പൈതൃകമായ ഭക്ഷ്യ വിഭവങ്ങളും രീതികളും, എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് ചേർക്കുക. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഈ സദസ്സിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചത് തന്നെ പുണ്യമാണെന്ന് വിചാരിക്കുന്നു. 2-3 പ്രാവശ്യം ഗുരുജിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടി. ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ഒരു 5 ദിവസത്തെ സെമിനാറിന് പങ്കെടുക്കാൻ പോയപ്പോൾ ഫ്ലൈറ്റിൽ ഞാനും ഗുരുജിയും അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഇരുന്നത്. കണ്ട ഉടനെ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, യുവർ വീഡിയോസ് വി ആർ പ്ലേയിങ് ഇൻ അവർ ആശ്രം ഇൻ ബാംഗ്ലൂർ. എന്നെ നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു. ഒരുമിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി, അവിടെ വെച്ച് കാണുകയുണ്ടായി. അടുത്ത കാലത്ത് ഗുരുജിയെ പൂർണ്ണമായിട്ടും 15 മിനിറ്റ് സദസ്സിന് പരിചയപ്പെടുത്താൻ കാലിഫോർണിയയിൽ നടന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA ആ സദസ്സിൽ ഭാഗ്യം കിട്ടി. അങ്ങനെയുള്ള 1-2 സന്ദർഭങ്ങളിൽ ഗുരുജിയുമായിട്ട് വളരെയധികം ബന്ധപ്പെടാനുള്ള ഭാഗ്യം കിട്ടി. ഗുരുജിയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ അറിയാവുന്ന ഈ വിഷയങ്ങൾ സമർപ്പിക്കാൻ ഇങ്ങനെ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഭാരതീയ സംസ്കാരം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ
ആയിരക്കണക്കിന് ആചാര്യന്മാര് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്ത ജീവിതചര്യ, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വിഷയങ്ങൾ എഴുതി നമുക്ക് തന്ന് അത് ജീവിതത്തിൽ പകർത്തി ഭാരതീയ ജനത വികസിപ്പിച്ചെടുത്ത ഒരു ജീവിതചര്യയാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം, ഭാരതീയ സംസ്കാരം. ആ ഭാരതീയ സംസ്കാരത്തിൽ ആചാരങ്ങൾ പെടുന്നു, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ. 8 തരത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്കാവശ്യമായ അറിവുകൾ തന്നത്. ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ. ഇതെല്ലാം നമ്മുടെ ഋഷിവൈദ്യന്മാര് നമുക്ക് തന്നിട്ട് അവര് പറഞ്ഞു, ഇതൊന്നും അവസാനത്തെ വാക്കല്ല. ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് ഇനിയും ഇതിനകത്തേക്ക് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തുന്നുണ്ടാവും. ഇനിയും കാലവും ദേശവും മാറുന്നതിനനുസരിച്ച് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്തുന്നുണ്ടാവും. ആ അറിവുകളുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. ഭാരതീയ സംസ്കാരം 5 വാക്കിൽ പറയണമെങ്കിൽ മൈൻഡ്, അതിൽ നിന്ന് തോട്ട്സ്, തോട്ട്സിൽ നിന്ന് ആക്ഷൻ, ആക്ഷനിൽ നിന്ന് റിസൾട്ട്, റിസൾട്ടിൽ നിന്ന് റിവാർഡ്. ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ഗുഡ് തോട്ട്സ്, ഗുഡ് തോട്ട്സ് പ്രൊഡ്യൂസസ് ഗുഡ് ആക്ഷൻ, ഗുഡ് ആക്ഷൻ പ്രൊഡ്യൂസസ് ഗുഡ് റിസൾട്ട്, ഗുഡ് റിസൾട്ട് പ്രൊഡ്യൂസസ് ഗുഡ് റിവാർഡ്. നന്മ നിറഞ്ഞ മനസ്സ്, അതിൽ നിന്ന് നന്മ നിറഞ്ഞ ചിന്തകൾ, അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മം, അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മബലം, അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മബലം. മറ്റൊരർത്ഥത്തില് സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മബലം, സത്കർമ്മ പ്രതിഫലം. ഇതാണ് ഭാരതത്തിലെ പൈതൃകത്തിന്റെ സമഗ്രമായ വീക്ഷണത്തിലൂടെ ഉടലെടുത്ത, ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതചര്യയുടെ അടിസ്ഥാനം. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. അപ്പോ സ്വർഗവും നരകവുമെല്ലാം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നുദയം ചെയ്യുന്ന ചിന്തകളിലൂടെയാണ്. ആ മനസ്സ് നന്നായാൽ ചിന്തകൾ നന്നാവും. ഒരാള് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന കർമ്മം നന്മ നിറഞ്ഞതാകുമെന്നുള്ളതിന് സംശയമില്ല. നന്മ നിറഞ്ഞ കർമ്മത്തിന് നന്മ നിറഞ്ഞ കർമ്മഫലങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് നന്മ നിറഞ്ഞ കർമ്മ പ്രതിഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിനെ അസതോമാ സദ്ഗമയ, മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, മനസ്സിനെ മൃത്യോർമാ അമൃതം ഗമയ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മനസ്സിനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് കുറെ കൂടി മഹത്വമേറിയ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഭാരതത്തില് ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, അതും ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി. അപ്പൊ എന്തിനാ പുരാണങ്ങൾ എഴുതിയത് എന്നൊരു ചോദ്യത്തിന് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളുടെയും പരമമായ ലക്ഷ്യം കഥകൾ കേൾപ്പിച്ച് മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവാം. എന്തിനാ ഇതിഹാസങ്ങളിൽ മഹാഭാരതം എഴുതിയത്? കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും കേൾപ്പിച്ച്
മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവാ. എന്തിനാ രാമായണം എഴുതിയത്? അതിൽ കഥകളില്ല, അനുഭവങ്ങളും സന്ദേശങ്ങളും കേൾപ്പിച്ച് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവാ. എന്തിനാ വേദങ്ങൾ എഴുതിയത്? വേദങ്ങളില് സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, അനുഭവങ്ങളില്ല, കഥകളില്ല, പാപപുണ്യങ്ങളെക്കുറിച്ച് പറയണില്ല, സ്വർഗ നരകങ്ങളെക്കുറിച്ച് വേദങ്ങളിൽ പറയുന്നില്ല. അതുപോലെ തന്നെ വേറെ വേറെ വീക്ഷണങ്ങളൊന്നുമില്ലാതെ ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, ശാശ്വതവും സ്ഥിരവുമായ നന്മ വരുത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ മാത്രമാണ് വേദത്തിലുള്ളത്. അപ്പൊ പുരാണങ്ങള് സ്വർഗത്തിലേക്ക് പോകാനല്ല, മനുഷ്യ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ കഥകളിലൂടെ, കഥകൾ പറഞ്ഞ് കേൾപ്പിച്ച് സാധിക്കണം. കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും അടങ്ങുന്നു 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില്. അനുഭവങ്ങളും സന്ദേശങ്ങളും അടങ്ങുന്നു 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തില്. ഇത്രയുമധികം വേദഗ്രന്ഥങ്ങളുണ്ട്. അത്രയും വേദഗ്രന്ഥങ്ങൾക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ സന്ദേശങ്ങള് കേൾപ്പിച്ച് മനുഷ്യന്റെ ജീവിതത്തെ ധന്യമാക്കാം, നന്മ നിറഞ്ഞതാക്കാം. നമ്മളെല്ലാവരും ഈ ഭൂമിയില് എത്ര കാലമുണ്ട് എന്നൊരു ചോദ്യത്തിന് എന്താ ഉത്തരം? ചിലർ 65 വയസ്സ് വരെ ഉണ്ടാവും, ചിലർ 80 വയസ്സ് വരെ ഉണ്ടാവും, ചിലർ 90 95 വയസ്സ് വരെ ഉണ്ടാവും. പക്ഷെ എത്ര കാലം നിങ്ങൾ ജീവിച്ചാലും എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാ. എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്ന് കണ്ടിട്ടാ മരിച്ച വാക്കുപോലും ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഇംഗ്ലീഷിൽ മരിച്ചു എന്നുള്ളതിന് 2 വാക്കേ ഉള്ളൂ. അതായത് പാസ്ഡ് എവേ അല്ലെങ്കിൽ ഡൈഡ്, 2 വാക്കേ ഉള്ളൂ. മലയാളത്തിൽ 9 വാക്കുണ്ട്. മരിച്ചതിന് 9 വാക്ക് മലയാളത്തിലുണ്ട്. ഞാൻ ഹൈദരാബാദിലാ PhD എടുത്തത്. അവിടെ മരിച്ചു എന്നുള്ളതിന് 2 വാക്കേ ഉള്ളൂ. സത്ത് പോയാരോ എള്ളിപ്പോയാരോ, പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മലയാളത്തില് 9 വാക്കാണുള്ളത്. രാജാവിനെ പോലെ ജീവിച്ചവൻ മരിച്ചാൽ നാട് നീങ്ങി എന്നാ പറയാ. സാമൂതിരിയെ പോലെ ജീവിച്ചവൻ മരിച്ചാൽ തീപ്പെട്ടു എന്നാ പറയാ. അവതാരത്തെ പോലെ ജീവിച്ചവൻ മരിച്ചാൽ സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയാ. അതുപോലെ സന്യാസിയെ പോലെ ജീവിച്ചവൻ മരിച്ചാൽ സമാധിയായി എന്നാ പറയാ. വളരെ പ്രഗത്ഭനായൊരു വ്യക്തി മരിച്ചാൽ ദിവംഗതനായി എന്നാ പറയാ. തറക്കേടില്ലാത്ത രീതിയിൽ മനുഷ്യർക്ക് നന്മകൾ ചെയ്തവനാണെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാ പറയാ. കുറച്ചും കൂടി താഴെയാണെങ്കിൽ നിര്യാതനായി എന്നാ പറയാ. നമ്മളെ പോലെയുള്ളവനാണെങ്കിൽ മരിച്ചു എന്നാ പറയാ. ഒരു പ്രയോജനം ഇല്ലാത്തവനാണെങ്കിൽ ചത്തുപോയി എന്നാ പറയാ, അല്ലേ? അപ്പൊ എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ല, മരിച്ച വാക്ക് ഉപയോഗിച്ചത് എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാ. അപ്പോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എത്ര കാലം ഞാൻ ജീവിച്ചു എന്നുള്ളത് ഈ ലോകത്തിലെ ആരും ബോധർ ചെയ്യുന്ന ഒരു കാര്യമല്ല. യേശുദാസ് പാട്ടുപാടുന്നു, അദ്ദേഹം എത്ര കാലമായി പാട്ടുപാടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ തന്നെ അത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും ആരും ഉത്തരവും കൊടുക്കാറില്ല. അപ്പോ എത്ര കാലം യേശുദാസ് പാട്ടുപാടി എന്നുള്ളതല്ല, പാട്ടുപാടിയിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പാട്ടുകള് എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാ കാര്യവും അങ്ങനെ തന്നെയാ. ഹൗ ലോങ് യു ആർ വർക്കിംഗ് ആസ് എ മാനേജർ, നോബഡി ഈസ് ബോധേഡ്. ഹൗ യു ആർ വർക്കിംഗ് ആസ് എ മാനേജർ, എവ്രി വൺ ഈസ് ബോധേഡ്. ഹൗ ലോങ് യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ, നോബഡി ഈസ് ബോധേഡ്. ഹൗ യു ആർ വർക്കിംഗ് ആസ് എ ടീച്ചർ, എവ്രി വൺ ഈസ് ബോധേഡ്. അപ്പൊ നമ്മള് എന്നും ചിന്തിക്കാറുള്ളത് എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു. അതുകൊണ്ട് എന്റെ മുമ്പിലുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ശരീരം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ള വലിയൊരു കാര്യമുണ്ട്. ഈ ശരീരമാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണം. ഡേറ്റ് ഓഫ് ബർത്തിനും
ഡേറ്റ് ഓഫ് ഡെത്തിനുമിടയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് ഉപകരണമായി നിൽക്കുന്നത് ഈ ശരീരമാണ്. ആലോചിച്ചു നോക്കാം, എനിക്ക് കുറേ സ്വാതന്ത്ര്യങ്ങളില്ല. സ്വാതന്ത്ര്യമില്ലാതെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇത്രയും അധികം സ്വതന്ത്രരാണെന്ന് വിചാരിക്കുന്ന ഈ ഹാളിൽ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അവനവന്റെ അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവണോ കാവ്യ മാധവനെ പോലെ ആവണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഈ ഭൂമിയിൽ വന്ന നമ്മള് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് പറയുന്നു. ആ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു ശരീരമായത്. എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാവും. ബ്രയൻ വൈസ് എഴുതിയ മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം. മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന ഒരു പുസ്തകം, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം. 2 പുസ്തകങ്ങളാണ്. അത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ, ഒരു യുക്തിവാദിയും കൂടിയാ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. 7 പുസ്തകങ്ങളിൽ ആദ്യത്തെ 2 പുസ്തകം. ശരിക്ക് ആ പുസ്തകം, ശരിക്കും മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം 70 മില്യൺ കോപ്പികളാണ് ചെലവാക്കിയിരിക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ച 2 വർഷത്തിനുള്ളിൽ 7 കോടി കോപ്പികൾ, 70 മില്യൺ കോപ്പികൾ ചെലവായിരിക്കുന്നു. അതിനകത്ത് പറയുന്നത് മുഴുവനും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു വരിയ. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു വരി പറയുകയുണ്ടായി. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, അതിൽ നിന്ന് ചിന്തകള്, അതിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് കർമ്മബലം. ഈ കർമ്മബലം, നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മബലം നന്മയോ തിന്മയോ ഈ ജന്മത്തിൽ ചെയ്തത് അനുഭവിച്ച് തീർക്കാതെ ബാക്കിയുണ്ടെങ്കിൽ ആ കർമ്മബലം അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം അമ്മയുടെ ഗർഭത്തില്, ഒരു പ്രത്യേക വീട്ടില്, ഒരു പ്രത്യേക ദേശത്തില്, ഒരു പ്രത്യേക അമ്മയുടെയും അച്ഛന്റെയും മകളായി നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്ത് ചെയ്ത കർമ്മത്തിന്റെ നന്മകളും കർമ്മത്തിന്റെ തിന്മകളും അനുഭവിച്ച് തീർക്കാത്തത് അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നു. മറ്റൊരർത്ഥത്തില് എന്റെ ആത്മാവാണ് ഈ ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത്, ഞാനല്ല ആത്മാവിനെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ ജന്മത്തില് ഇതെന്റെ വരികളല്ല, ഇത് ബ്രയൻ വൈസിന്റെ വരികളാണ്. അതായത് കാതറിൻ എന്ന പെൺകുട്ടിക്ക്, ആ പെൺകുട്ടി തീയ് കണ്ടാൽ പേടിയാ, അതിന് വെള്ളം കണ്ടാൽ പേടിയാ. ചില വ്യക്തികളോട് ആ പെൺകുട്ടിക്ക് ഭയങ്കര ദേഷ്യ. ഇതെല്ലാം റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ കാതറിൻ എന്ന പെൺകുട്ടിയെ വിശകലനം ചെയ്തപ്പോ ബ്രയൻ വൈസിന് മനസ്സിലായി, 2ാം ലോക മഹായുദ്ധത്തില് ഈ കാതറിൻ എന്ന പെൺകുട്ടി കഴിഞ്ഞ ജന്മത്തില് ഒരു കപ്പലില് ഒരു നാവികനായി പ്രവർത്തിക്കുമ്പോൾ, ഒരു നേവി ഓഫീസറായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ കപ്പലില് ബോംബ് വീണ് പൊട്ടിത്തെറിച്ച് ആ തീയ മേത്ത് വ്യാപിച്ച് ആ തീ ശരീരത്തിലും ഡ്രസ്സിലും പിടിച്ചപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ ചാടി ആ കുട്ടി മരിച്ചത്. ആ തീയ കഴിഞ്ഞ ജന്മത്തില് ശരീരത്തിൽ വന്ന് അതിന്റെ പൊള്ളലേറ്റ് ഭയപ്പെട്ടതിന്റെ അനുഭവം അടുത്ത ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ വെള്ളത്തിൽ ചാടി മരിച്ചതിന്റെ ഭയം അടുത്ത ജന്മത്തിലേക്ക്
ട്രാൻസ്ഫർ ചെയ്ത ആ വലിയ പുസ്തകം ശരിക്ക് നമ്മൾ എല്ലാം മറന്നിരുന്ന് വായിക്കും. മാത്രല്ല, സൈക്യാട്രി പ്രൊഫസർ എഴുതിയ പുനർജന്മത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തിനെതിരെ ലോകത്തിലെ ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു വരിയും പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യം ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്? ഭാരതീയ സംസ്കാരത്തിന്റെ 5 പോയിന്റുകൾ ഞാൻ മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ് എന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്ന് പറഞ്ഞു, നമ്മളുടെ ഈ ജന്മത്തെക്കുറിച്ച്, ഈ ജന്മം നമുക്ക് ലഭിക്കാൻ കാരണമായത് കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങള്, അതിൽ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും, അതിൽ അനുഭവിച്ച് തീർക്കാതെ ബാക്കി വെച്ചിരിക്കുന്നത്, അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരം ഒരമ്മയുടെ ഗർഭത്തില്, ഒരു പ്രത്യേക വീട്ടില്, ഒരു പ്രത്യേക ദേശത്ത്, ഒരു പ്രത്യേക കാലയളവില് നമുക്ക് ലഭിക്കുന്നു. ആ ജന്മമാണ് നമ്മള് ഈ ജന്മമായിട്ട് ഇങ്ങനെയെല്ലാം നമ്മൾ വന്നത്. അപ്പോ എനിക്ക് എന്തുകൊണ്ട് അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല? കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ കർമ്മബലവും പേറി ആത്മാവ് ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ശരീരമല്ല ആത്മാവിനെ തിരഞ്ഞെടുക്കുന്നത്, ആത്മാവാണ് അതിന് പറ്റിയ ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത്. ആ ശരീരം കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു? 85 വയസ്സുവരെ അല്ലെങ്കിൽ 80 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളുടെ ശരീരമാണ് മനസ്സിനെ ഉയർത്താൻ ഉപയോഗിക്കുക. നമ്മളുടെ ശരീരമാണ് നമ്മളെ ഉയർത്താൻ ഉപയോഗിക്കുക. നമ്മളുടെ ശരീരമാണ് നമ്മുടെ കുടുംബത്തെ ഉയർത്താൻ ഉപയോഗിക്കുക. നമ്മളുടെ ശരീരമാണ് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ഉയർത്താൻ ഉപയോഗിക്കുക. അപ്പൊ ആ ശരീരമാണ് ഈ ലോകത്തിലെ സർവ വ്യവഹാരങ്ങളും, എല്ലാ വ്യവഹാരങ്ങളും ചെയ്യാൻ നമ്മുടെ ആത്മാവിന് ഉപകരണമായി നിൽക്കുന്നത് ശരീരമാണ്. നിമിത്തമാത്രം ഭവസവ്യസാചിൻ. ഭഗവത്ഗീതയിലെ വരിക, നിങ്ങളൊരു ഉപകരണമാണ്. ഹേ അർജുന, നീയ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ജനിച്ച നീയ പ്രകൃതിയുടെ കയ്യില് ഒരു ഉപകരണമാണ്. യു ആർ ഓൺലി ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ് ഡിവൈൻ പവർ. ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ മുമ്പില് ഞാനും നിങ്ങളും ഒരു ഉപകരണമാണ്. ആ ഉപകരണമായ ശരീരത്തെ ഭാരതീയര് ക്ഷേത്രം എന്നാ പറയാ. ഈ ശരീരം പാപി എന്ന് വിളിക്കാറില്ല ഭാരതീയര്. ഓ സിന്നേഴ്സ് എന്ന് വിളിക്കാറില്ല, അല്ലയോ പാപികളെ എന്ന് വിളിക്കാറില്ല. എന്താ കാരണം അറിയോ? ഒരമ്പലത്തില് പരമാത്മാവ് കുടികൊള്ളുന്നത് കൊണ്ട് ആ അമ്പലത്തെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നു. ആ പരമാത്മാവിന്റെ ഒരംശമാണ് ജീവാത്മാവ്. കടല് പരമാത്മാവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ കടലിൽ നിന്ന് ഒരു കുടത്തില് വെള്ളമെടുത്താൽ ആ കുടത്തിലുള്ള വെള്ളവും കടൽ വെള്ളവും ഒന്ന് തന്നെയാ. പക്ഷേ കുടം കടലല്ല, കടല് കുടവുമല്ല. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഈ പരമാത്മ ചൈതന്യം പോലെ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന, ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആ കടല് പരമാത്മാവാണെന്ന് വിചാരിച്ചാൽ ആ കടലിൽ നിന്ന് ഒരു കുടത്തിൽ വെള്ളമെടുത്താൽ ആ കുടത്തിനകത്തുള്ള ചൈതന്യം കടലിലെ വെള്ളം തന്നെ ആയതുകൊണ്ട് ഒരേ ചൈതന്യമാണ്. ഇപ്പൊ പരമാത്മാവ് കുടികൊള്ളുന്ന ആലയം, ദേവാലയം, ക്ഷേത്രം, അതിന്റെ തന്നെ അംശമായ ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരവും ക്ഷേത്രം എന്നാണ് ഭഗവത്ഗീതയിൽ പറയാ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് ഹേ അർജുന ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ശരീരത്തിലാണ് ജീവാത്മാവ് കുടികൊള്ളുന്നത്. നമ്മൾ സാധാരണ അമ്പലത്തിൽ ഒരാൾ പൂജ നടത്തുന്ന തന്ത്രിയാണെങ്കിലും പൂജാരിയാണെങ്കിലും വിഗ്രഹത്തിന് പൂജിക്കുന്നതിന് മുമ്പ് ആദ്യം അവനവനെയാ പൂജിക്കുക. അവനവന്റെ തലയിലാ 5 പൂക്കളിട്ട് മുദ്ര കാണിച്ച് അവനവന് നിവേദിച്ച് ഈ ശരീരത്തെ ചൈതന്യവത്താക്കിയിട്ടാണ്
നെല്ല്, അരി, തുളസി, ചന്ദനം, ശംഖതീർത്ഥം. നെല്ല്, അരി, തുളസി, ചന്ദനം, ശംഖതീർത്ഥം എടുത്ത് നമ്മളിൽ നിന്നാണ് വിഗ്രഹത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുക. അപ്പൊ വിഗ്രഹത്തിൽ ചൈതന്യം വരുന്നത് ഈ തന്ത്രി പൂജാരിയിൽ നിന്നാണ്. ഇതെന്തിനെ ഓർമ്മിപ്പിക്കുന്നു? പ്രപഞ്ച ചൈതന്യത്തിന്റെ ജീവസുറ്റ അംശം നമ്മളുടെ ശരീരത്തിലാണ് നിലനിൽക്കുന്നത്. ആ ചൈതന്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ശിവം ആണ്. ശിവമാണ് നമ്മുടെ ശരീരം. ആ ചൈതന്യം പോയാൽ ശിവം എന്നുള്ളത് ശവം എന്നായി മാറി. അപ്പൊ ശിവം എന്നതാണ് മംഗളകരമായ ചൈതന്യം ശരീരത്തിൽ നിലനിൽക്കുക. ആ ചൈതന്യത്തെ ഭാരതീയര് സത്ത എന്ന് പറയും. സത്ത. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ജീവാത്മാവാണ്. ശരീരത്തിലെ സത്ത് ജീവാത്മാവാണ്. അപ്പൊ ജീവാത്മാവ് പോയാൽ നമ്മൾ എന്താ പറയുക? സത്ത് പോയി. അതാണ് തമിഴില് ചത്തുപോയി എന്നായത്. അപ്പൊ ഈ ചത്തുപോയി എന്നൊരു വാക്ക് സത്ത് പോയതാ. ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് പോയതാണ്. നമ്മൾ സ ച ആക്കി മാറ്റി തമിഴില്. തമിഴിന്റെ സ്വാധീനമുള്ള മലയാളത്തില് അങ്ങനെ ചത്തുപോയി എന്നായി. അപ്പൊ നമ്മളുടെ ഈ ചൈതന്യം ഈ ശരീരത്തിൽ കുടികൊള്ളുമ്പോൾ ഈ ക്ഷേത്രം നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തണമെങ്കിൽ എന്തിനാ ശരീരം നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തുന്നത്? നമ്മുടെ മനസ്സിനെ ഉയർത്താൻ ശരീരം വേണം. നമ്മുടെ ശരീരത്തിനെ ഉയർത്താനും ശരീരം വേണം. നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഈ കുടുംബത്തെ ഉയർത്താൻ നമുക്ക് ശരീരം വേണം. നമ്മുടെ സമൂഹത്തെ ഉയർത്താൻ, നമ്മുടെ ധർമ്മത്തെയും സമൂഹത്തെയും ഉയർത്താൻ നമുക്ക് ഈ ശരീരം വേണം. നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്താനും നമുക്ക് ഈ ശരീരം വേണം. അപ്പൊ ശരീരം, മനസ്സിന് നല്ല മനസ്സ് എന്നുള്ളത് പോലെ ശരീരത്തിനും നല്ല ശരീരം വേണം. മനസ്സിനെ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും നിരന്തരം കേൾപ്പിച്ച് മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നത് പോലെ ശരീരത്തിന്, ശരീരത്തിലുള്ള അഴുക്ക് നമുക്ക് എന്നും വൃത്തിയാക്കാൻ നമ്മൾ രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നു. മനസ്സിലെ അഴുക്ക് കളയാൻ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേൾക്കുന്നു. ആ നിരന്തരം സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേൾക്കുമ്പോൾ മനസ്സിലെ അഴുക്കില്ലാതെയാവും. ശരീരത്തിലെ അഴുക്കില്ലാതെ ആവണമെങ്കിൽ നമ്മൾ നിരന്തരം കുളിക്കുന്നു. 2, ശരീരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങള് ശുദ്ധമായിരിക്കണം. ഒരു കെട്ടിടം നിർമ്മിക്കാൻ നല്ല വസ്തുക്കൾ ഉപയോഗിച്ചില്ല എങ്കിൽ ആ കെട്ടിടം ബ്യൂട്ടിഫുൾ ആവില്ല, സ്ട്രോങ് ആവില്ല, ഡ്യൂറബിൾ ആവില്ല. നല്ല സിമന്റ്, നല്ല മണല്, നല്ല കമ്പി ആവശ്യത്തിനുള്ള അനുപാതത്തില് അത് ഉപയോഗിച്ച് വേണം ഒരു നിലയുള്ള കെട്ടിടമായാലും 100 നിലയുള്ള കെട്ടിടമായാലും നിർമ്മിക്കാൻ. അപ്പോൾ ഒരു കെട്ടിടത്തിന്റെ ബ്യൂട്ടിയും ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും നിലനിൽക്കുന്നത് ആ കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ അനുസരിച്ചിരിക്കും. അതിൽ സിമന്റ് കറക്റ്റ് പ്രപ്പോർഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ, നിങ്ങൾക്കറിയാം, ചില പാലം, ഡൽഹിയിലൊരു പാലം പണിത് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ താഴെ വീണു. ഈ കോട്ടയത്ത് അടുത്ത കാലത്ത് ഞങ്ങൾ പോയപ്പോ ഒരു 3 നില കെട്ടിടം മെയിൻ റോഡിന്റെ സൈഡില് ഇടിഞ്ഞു പൊളിഞ്ഞ് പണിയുമ്പോ തന്നെ വീഴുന്നത് കണ്ടു. എന്താ കാരണം? ആ കെട്ടിടം അല്ലെങ്കിൽ ആ പാലം ഉണ്ടാക്കിയ സമയത്ത് ഉപയോഗിക്കേണ്ട കോമ്പോണന്റുകള് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഏതൊരു കെട്ടിടത്തിന്റെയും, ഏതൊരു പാലത്തിന്റെയും, ഏതൊരു സ്ഥാപനത്തിന്റെയും, ഏതൊരു വാഹനത്തിന്റെയും, ഏതൊരു റോഡിന്റെയും പണി അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാധനത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ശരീരം പവിത്രാണ്, അത് ക്ഷേത്രാണ്. ആ ശരീരമാണ് മനസ്സിനെയും ശരീരത്തെ തന്നെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്നത്.
അങ്ങനെയുള്ള ശരീരത്തിന് ആരോഗ്യമില്ല എന്ന് വിചാരിക്കുക. ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ ഒരു തളർന്ന ശരീരമുള്ള വ്യക്തിക്ക് മനസ്സിനെ ഉയർത്താൻ പറ്റില്ല. ആലോചിച്ച് നോക്കാം. ഞാനിങ്ങനെ ഇവിടെ തളർന്നിങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കാം. ഞാനാണ് ഇന്ന് പ്രഭാഷണം ക്ലാസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത്